الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم إذا جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരരായ സത്യവിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ വയനാട് നടന്ന ദുരന്തത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ദുരന്തങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഓരോ പാഠങ്ങളാണ്. മനുഷ്യൻ നിസ്സഹായനാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് മരണപ്പെട്ടു പോയത്. രാത്രി കിടന്നുറങ്ങിയ ആളുകളാണ്. പിന്നെ ഒരു ഖബറിലെത്തി. നമ്മളും അതുപോലെ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. നമുക്കൊക്കെ ധാരണ എന്താ വെച്ചാൽ ഇനി നമുക്ക് സമയമുണ്ട്, ഞാൻ അന്ന് മരിക്കൂല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അങ്ങനല്ല. എപ്പോ മരിച്ചാലും ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണോ നരകത്തിലേക്ക് പോകുന്ന ആളാണോ എന്ന് നമ്മളൊറ്റൊന്ന് വിലയിരുത്തണം എന്നാണ്. ഇസ്ലാമിന് വലിയ പ്രാധാന്യമുള്ള കാര്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ആരാ ബുദ്ധിമാൻ? അൽ കയ്യിസ് മൻ ദാന നഫ്സഹു.
സ്വന്തത്തെ വിലയിരുത്തുന്ന ആളാണ് ബുദ്ധിമാൻ. വഅമല ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ഒരുക്കി വെക്കുന്നവനുമാണ് ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മരണത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നെന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ ഞാൻ ഒരു ദിവസം മരിക്കുമെന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ എത്തുമെന്നുമുള്ള ബോധം നമുക്കുണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖാസ്വാദനങ്ങളെ മുറിച്ചു കളയുന്നതിനെ നിങ്ങൾ ധാരാളം ഓർക്കണം. യഅനി അൽ മൗത്ത്, അഥവാ മരണത്തെ നിങ്ങൾ ഓർക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നാളെ പരലോകത്ത് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മൾ നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് ചെയ്താലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നിന്ന് കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പരിപാടി നടന്നാൽ അതിനെ സംബന്ധിച്ച് വിശകലനം നടത്താറുണ്ട്. ഇതിനേക്കാളൊക്കെ നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുന്ന അമലു സ്വാലിഹാത്തുകൾ, നമ്മൾ ചെയ്യുന്ന തിന്മകൾ എല്ലാം നാളെ പരലോകത്ത് കാണുമെന്നാണ്. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അത് നാളെ പരലോകത്ത് കാണും. വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതും നാളെ പരലോകത്ത് കാണുന്നതാണ്. സൂറത്തു ആൽ ഇംറാൻ 30-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ, ഓരോ ആത്മാവും താൻ ചെയ്തു വെച്ച നന്മകൾ ഹാജരാക്കപ്പെടുന്ന ദിവസം. വമാ അമിലത് മിൻ സൂ, അന്ന് തിന്മ പ്രവർത്തിച്ച മനുഷ്യൻ നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ കാണിച്ചു തരും. ആ സുദിനത്തിൽ, ആ സന്ദർഭത്തിൽ, ആ ദിനത്തിൽ ആരാണോ തിന്മ പ്രവർത്തിച്ചത് ആ മനുഷ്യൻ തവദ്ദു, അവൻ കൊതിക്കും, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ഞാനും ഈ തിന്മയും തമ്മിൽ വലിയ വിദൂരതയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അല്ലാഹു തആല അല്ലാഹുവിനെ കൊണ്ട് തന്നെ നിങ്ങൾ ജാഗരൂകരാവാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അല്ലാഹു തആല അടിമകളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ് എന്നാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നാളെ പരലോകത്ത് അല്ലാഹു തആല കാണിച്ചു തരുന്നതാണ്. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് ചെറുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. മകനെ വിളിച്ചിട്ട് ചെറുപ്പത്തിൽ 10 ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നീ ഒരു കടുകമണി തൂക്കം ഒരു കാര്യം ചെയ്താൽ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, എന്ത് നീ പ്രവർത്തിച്ചാലും, ഫതകും ഫീ സുഖറത്തിൻ, അതൊരു പാറക്കുള്ളിലോ, ഔ ഫീ സമാവാതി, ആകാശത്തിനുള്ളിലോ, ഔ ഫിൽ അർളി, ഭൂമിക്കുള്ളിലോ, എവിടെയായിരുന്നാലും ശരിയെ, ഇത്ബിഹല്ലാഹ്, അല്ലാഹു തആല അത് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൽ ഖബീർ, അല്ലാഹു തആല ലതീഫാണ് ഖബീറാൻ. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്, ചെറുപ്പത്തിലെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഒക്കെ നാളെ വരുന്നു. അപ്പൊ ഈ ദുന്യാവിലെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. പല കാര്യങ്ങളും കേസന്വേഷണത്തിനൊക്കെ അല്ലെ, നമ്മുടെ കയ്യിലൊക്കെ ഓരോ വരകളാണ്, ഓരോരുത്തർക്കും വ്യത്യസ്ത വരകളാണ്, എല്ലാവരുടെയും രേഖകൾ വ്യത്യസ്തമാണ്. അതുപോലെ ആധാർ എടുക്കാൻ പോകുമ്പോ നമ്മുടെ കണ്ണ് അങ്ങനെ നോക്കും, കണ്ണിൻ്റെത് വ്യത്യാസമുണ്ട്. ആൾക്കാർ മരിച്ചാൽ, തീപിടുത്തത്തിലൊക്കെ ആൾക്കാർ മരിച്ചാൽ അവരുടെ പല്ല് നോക്കിയിട്ട്, ഡെന്റൽ ചാർട്ട് നോക്കിയിട്ട് ആളെ കണ്ടുപിടിക്കും. നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തമിഴ്നാട്ടില് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ചേട്ടാന്ന് തിരിച്ചറി ഡെന്റൽ ചാർട്ട് നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോ പിന്നെ എത്ര പോലീസിന്റെ മർദ്ദനമേറ്റാലും സത്യം പറയാത്ത ആളെ നുണപരിശോധനക്ക് വേണ്ടിയിട്ട് പോളിഗ്രാഫ് പരിശോധന ഉണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ മാപ്പിംഗ് ഉണ്ട്, ബ്രെയിൻ ഫിംഗർ പ്രിന്റ്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാം അവിടെ കൊണ്ടുവരുന്ന. ആൾക്കാര് സ്വകാര്യമായിട്ട് സ്മാർട്ട് ഫോണിൽ തോന്നിയാസം കാണും, ആരും കാണുന്നില്ലല്ലോ. അല്ലാഹു പറയാ, യസ്തഖഫൂന മിനന്നാസ്, ആൾക്കാരിന്ന് മറച്ചു വെക്കാൻ പറ്റും. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ നാട്ടുകാരെ മറച്ചു വെക്കാം, പക്ഷേ
വലാ യസ്തഖഫൂന മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നൊരു കാര്യം മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. വഹുവ മഅഹും, അവൻ നിങ്ങളോടൊപ്പം അവരോടൊപ്പമുണ്ട്. അലം യഅലം ബിഅന്നല്ലാഹ യറ, അവൻ മനസ്സിലാക്കുന്നില്ലേ അല്ലാഹു അവനെ കാണുന്നുണ്ട് എന്ന്. പൊക്ക അവിടെ ഉണ്ടാവുന്ന. ഇപ്പൊ നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI കാലഘട്ടത്തിന്റെ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് എവിടെ നോക്കിയാലും CCTV-കളാണ്. പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹു തആല സാക്ഷിയായി കൊണ്ടുവരെ ഒന്ന് ഭൂമിയാണ്. അല്ലാഹു തആല പറഞ്ഞു ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, അതിൽ പറയാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി സംസാരിക്കും. ബിഅന്ന റബ്ബക ഔഹാലഹാ, അല്ലാഹു തആല ഭൂമിക്ക് ബോധനം നൽകിയതിന്റെ പരമായിക്കൊണ്ട്. തഫ്സീർ ഇബ്നു കസീർ അതിൽ കാണാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, തഹഫളു മിനൽ അർള്, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം. ഫഇന്നഹാ ഉമ്മുകുൻ, അത് നിങ്ങളുടെ സങ്കേതമാണ്. വഇന്നഹു ലൈസ മിൻ അഹദി ആമിൻ അലൈഹാ ഖൈറൻ ഔ ശർറ ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ, ഈ ഭൂമിയിൽ വെച്ചൊരു നന്മയാകട്ടെ തിന്മയാകട്ടെ ആരെന്ത് പ്രവർത്തിച്ചാലും ഭൂമി നാളെ അത് അറിയിക്കാതിരിക്കുകയില്ല. കയ്യും കാലും സാക്ഷി പറയും. പല ആളുകളും പല വിഷയങ്ങളും ചോദിച്ചാൽ വായ കൊണ്ട് നിഷേധിക്കും. എന്നാൽ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, ഇന്നത്തെ ദിവസം നാം അവരുടെ വായയ്ക്ക് സീൽ വെക്കും, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ നമ്മോട് സാക്ഷി പറയും അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. ഇത് മാത്രമല്ല, നമ്മുടെ തൊലി, നമ്മുടെ ചർമ്മം, ആ ചർമ്മവും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്നാണ്. അതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്, അള്ളാഹുവിന്റെ ശത്രുക്കളെ കൂട്ടം കൂട്ടമായി അള്ളാഹുവിലേക്ക് ആനയിക്കുന്ന ദിവസം, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, ഹത്താ ഇദാ മാ ജാഊഹാ, അവരവിടെ എത്തുമ്പോ ഷഹിദ അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയും. സമഉഹും, അവരുടെ കേൾവി, വഅബ്സാറുഹും, അവരുടെ കാഴ്ച, വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങൾ ഒക്കെ നാളെ പരലോകത്ത് സാക്ഷി പറയും. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൈയും കാലും, നമ്മുടെ കേൾവിയും, നമ്മുടെ കാഴ്ചയും, നമ്മുടെ തൊലിയും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പില് നമുക്കെതിരെ സാക്ഷി പറയുമെന്നാണ്. ആ സമയത്ത് കുറ്റവാളികളായ ആളുകൾ പറയും, അവർ പറയും ലിജുലൂദിഹിം, അവരുടെ തൊലികളോട് പറയും, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? ആ സമയത്ത് ചർമ്മം പറയും, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹുവാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. വഹുവ ഖലഖകും അവ്വല മറ, ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചവനും അവനാണ്. വഇലൈഹി തുർജഊൻ, അവന്റെ അടുക്കിലേക്കാണ് മടക്കുന്നത് നിങ്ങളെ. ആ അല്ലാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്. നമ്മൾ ചർമ്മമൊക്കെ നല്ല ഭംഗിയിൽ കൊണ്ടടക്കും. പക്ഷേ എങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് പറയും, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. ശരിക്ക് അങ്ങനെയാണോ? അല്ലാഹു തആല കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. നമുക്ക് രക്ഷയില്ല. ഒക്കെ ഇവിടെ പകർത്തുന്നുണ്ട്, റെക്കോർഡാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ പല ദുശ്ചിന്തകളുള്ള ആൾക്കാരുണ്ട് അല്ലെ? ഒരാളെ മനസ്സിലുള്ളത് വേറൊരാൾക്കും അറിയില്ല. ഉസ്താദുമാര് വെറുതെ പറയാണെന്ത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഒരാളെ കൽബിലുള്ളത് മൊയ്തീൻ ശൈഖിന് അറിയുന്ന ആൾക്കാർ വെറുതെ പറയാം, ഒരാൾക്കും അറിയില്ല. എന്റെ മനസ്സിലുള്ളത് എന്താന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നിങ്ങളുടെ മനസ്സിലുള്ളതും ആർക്കും അറിയില്ല, അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നാളെ പരലോകത്ത് എല്ലാ രഹസ്യങ്ങളും വിലയിരുത്തുന്ന ദിനമാണ്. അന്ന് വികാര വിചാരങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഹസ്സില മാ ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ദിവസം. നമ്മുടെ മനസ്സിലുള്ളത് ഇപ്പൊ ആർക്കും അറിയില്ല, പക്ഷെ നാളെ പരലോകത്ത് അവിടെ അത് വെളിവാകുമെന്നാണ്.
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇതിനും പുറമെ ഒക്കെ രേഖപ്പെടുത്തി വെക്കാൻ അല്ലാഹു തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉൻഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. വകുല്ല ഇൻസാനിൻ, എല്ലാ മനുഷ്യന്മാരുടെ മേലും അൽസംനാഹു, നാം ബന്ധിപ്പിച്ചിരിക്കുന്നു, അവന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു വെക്കുന്ന നന്മയും തിന്മൊക്കെ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് എവിടെ അവന്റെ പിരടിയിൽ, അവന്റെ ചുമലിൽ, നാം പുറത്തിറക്കും, ലഹു അവന് വേണ്ടി പുറത്തിറക്കും, യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ പുറത്തിറക്കും, കിതാബൻ ഒരു കർമ്മരേഖ പുറത്തിറക്കും, യൽഖാഹു മൻശൂറ അവൻക്കത് തുറന്നു വെച്ചതായിട്ട് കാണാം. നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോ ആ കർമ്മരേഖ തുറന്നു വെച്ചിട്ടുണ്ടാവും. അല്ലാഹു തആല പറയും, ഇഖ്റ കിതാബക, നീ നിന്റെ കർമ്മരേഖ വായിച്ചു നോക്ക്, കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. നമുക്ക് തന്നെ നമ്മളെ കാര്യങ്ങൾ ഈ ദുന്യാവിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മള് ഓരോ കാര്യം കിടക്കാൻ പോകുമ്പോ നമ്മളെ തന്നെ വിലയിരുത്തണം എന്നാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അങ്ങനെ ചിന്തിക്കുക, ഞാൻ ഇന്ന് ഫർളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ, എന്റെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടോ, ഞാൻ ആരെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ ഇത്ര സുന്നത്ത് ചെയ്തു, ഞാൻ ഇത്ര ഹറാമ് ചെയ്തു. നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞാൻ പറഞ്ഞു, നമുക്കറിയാം, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല മനുഷ്യന്മാർക്കില്ല. എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി. നമ്മൾ വാച്ച് വാങ്ങിയാലിന് ഗ്യാരണ്ടി ഉണ്ടാവും, മൊബൈൽ ഫോണിന് ഗ്യാരണ്ടി ഉണ്ടാവും, ഫാനിന് ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ മനുഷ്യനൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്സിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ കർമ്മം കിട്ടും, നമ്മുടെ കയ്യിൽ കിട്ടും നാളെ പരലോകത്ത്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെ വലത് കയ്യിലാണോ കർമ്മരേഖ ലഭിക്കുന്നത്, ഫയഖൂലു, ആ മനുഷ്യൻ പറയും, ഹാ ഉഖ്റഊ കിതാബിയ, ഇതാ എന്റെ കർമ്മരേഖ നിങ്ങൾ വായിച്ചു നോക്കൂ. വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് വലിയ സന്തോഷമാണ്. അവൻ പറയും, എന്റെ കർമ്മരേഖ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ എന്റെ വിചാരണയെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് വനന്തു, ഞാൻ വിചാരിച്ചിരുന്നു, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഈ വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങനെയുള്ളൊരു വിചാരണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാളിയ, ആ മനുഷ്യൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും. എന്താണ് സംതൃപ്തകരമായ ജീവിതം? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. നമ്മുടെ ദുനിയാവിൽ എന്ത് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. ഒരു കാറ് വാങ്ങിയാൽ വേറെ കാറ് വാങ്ങണമെന്ന, ഒരു ജോലി ഉള്ള ആൾക്ക് അതിനേക്കാളും വലിയ ജോലി വേണമെന്ന, വീടുണ്ടാക്കിയ ആള് അതിന്റെ മോഡല് മാറ്റും, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വേറെ വീടുണ്ടാക്കും. മനുഷ്യന്മാരുടെ ആഗ്രഹം അങ്ങനെ മാറും. നമ്മൾ കുറെ നോക്കിയതാ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ ഡ്രസ്സ് മാറ്റണമെന്ന് തോന്നും. എന്നാൽ സ്വർഗം എന്നത് സംതൃപ്തി ലഭിക്കുന്ന വളരെയധികം സംതൃപ്തമായ ജീവിതമാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഖുതൂഫുഹാ ദാനിയ, അതിലെ പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാകും. കുലൂ വശ്റബു, നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക. ഹനിയൻ, സുഭിക്ഷമായി മംഗളമായി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവിൻ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ മുമ്പ് ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട്, മുൻനാളുകളിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട് നിങ്ങൾ സുഭിക്ഷമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ കലാമിൽ അള്ളാഹു തആല പറയുകയാണ്. എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി, ആരുടെ ഇടത് കൈയിലാണോ കർമ്മരേഖ ലഭിക്കുന്നത്, ഫയഖൂലു, ആ മനുഷ്യൻ പറയും, യാ ലൈതനി ലം ഊത കിതാബിയ, യാ ലൈതനി, എന്റെ നാശമേ, ലം ഊത കിതാബിയ, എനിക്ക് ഈ കർമ്മരേഖ കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എനിക്ക് എന്റെ കർമ്മ പുസ്തകം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, മരണം
മരണം എന്നത് എല്ലാത്തിന്റെയും ഒടുക്കമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്നാ അന്നീ മാലിയ, എന്റെ ധനം എനിക്കിന്ന് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നീ സുൽത്താനിയ, എന്റെ രാജാധികാരം ഇന്ന് നഷ്ടപ്പെട്ടു, എന്റെ അധികാര സ്വാധീനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ദുന്യാവിൽ ആളുകള് പണത്തിന് വേണ്ടി അതിന്റെ ഫഖ്ർ പറഞ്ഞ് അതിന്റെ കാര്യം പറഞ്ഞ് പൈസയിലൂടെ എല്ലാ കാര്യത്തിനും രക്ഷപ്പെടും. പക്ഷേ നാളെ പരലോകത്തുനിന്ന് പൈസ കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയില്ല. അധികാരം വെച്ചിട്ട് പല കേസൊന്നും രക്ഷപ്പെടാം, പക്ഷേ അധികാരം നഷ്ടപ്പെടും. അല്ലാഹു തആല പറയും, ഖുദൂഹു, അവനെ പിടിക്കുവിൻ, ഫഉല്ലൂഹു, അവനെ ചങ്ങലക്കിടുവിൻ, കുരുക്കിലിടുവിൻ, സുമ്മൽ ജഹീമ സുല്ലു, കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുവിൻ. ഇതൊക്കെ നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന സംഗതിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരുടെ വലത് കൈയിലാണോ കർമ്മരേഖ ലഭിക്കുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവന്റെ വിചാരണ എളുപ്പമുള്ളതായിരിക്കും, എളുപ്പമായിരിക്കും വിചാരണ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടു കൂടെ മടങ്ങി ചെല്ലും. എന്നാൽ വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളുഹ്രിഹി, പിറകു വശത്തിലൂടെ ഇടത് കൈയിൽ കർമ്മരേഖ ലഭിക്കുന്ന ആളുകൾ, ഫസൗഫ യദ്ഉ സുബൂറ, ആ കർമ്മരേഖ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിലവിളിക്കും, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കും. വയസില സഈറ, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ അവർ കത്തിയെരിയും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവർ ഈ ദുനിയാവിലായിരിക്കുന്ന സമയത്തിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു. ഇന്നഹു വന്ന അല്ല യഹൂർ, താൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നാണ് അവർ കരുതിയത്. ഇങ്ങനെയുള്ളൊരു ദിവസം ഉണ്ടാവുകയില്ല എന്നാണ് അവർ വിചാരിച്ചത്. പരലോക ജീവിതമില്ല എന്നാണ് അവർ കരുതിയത്. ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, എന്നാൽ ഉറപ്പായിട്ടും അവന്റെ നാഥൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു തആല പറയാൻ, അള്ളാന്റെ കലാമില് അല്ലാഹു തആല പറയാം, ഇതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പിന് നമ്മൾ ഭയപ്പെടണം. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ പാമ്പുണ്ടെങ്കിൽ ഒരാൾ പറയാം അവിടെ പാമ്പുണ്ട് സൂക്ഷിക്കണം. അപ്പൊ നമുക്കൊരു ടോർച്ചോ മൊബൈലൊക്കെ നമ്മൾ അടിക്കും. പക്ഷേ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോ പാമ്പ് കുത്തും. സിഗ്നലുണ്ട് നാഷണൽ ഹൈവേയിലൊക്കെ, അങ്ങോട്ട് തിരിയണം, റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടൊക്കെ കാണാം, എല്ലാരും കാണാം. ഇറക്കുണ്ട്, കയറ്റുണ്ട്, ജംഗ്ഷനാണ് അല്ലെ, ട്രാഫിക്കിന്റെ സ്ഥലത്ത് ആ ലൈറ്റ് എത്തണമൊക്കെ കൃത്യമായി പാലിച്ചാൽ അപകടം ഉണ്ടാവില്ല. അതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. അല്ലാഹു തആലയുടെ മുന്നറിയിപ്പാണ്. നാളെ പരലോകത്ത് ഇങ്ങനൊക്കെ സംഭവം നടക്കാനുണ്ട്. ആ കർമ്മരേഖയിൽ എല്ലാം ഉണ്ടാവും. വൗദിഅൽ കിതാബ്, കർമ്മരേഖ വെക്കപ്പെടും. ഫത്തറൽ മുജ്രിമീൻ, ആ സമയത്ത് നിനക്ക് കുറ്റവാളികളെ കാണാം. എങ്ങനെയായിരിക്കും കുറ്റവാളികൾ? മുഷ്ഫിഖീൻ, പേടിച്ചവരായിരിക്കും. എന്താ പേടിക്കാനുള്ള കാരണം? മിമ്മാ ഫീഹി, ആ കർമ്മരേഖയിലൂടെ തന്നെ സംബന്ധിച്ച് പേടിക്കുന്നവരായിരിക്കും. വയഖൂലൂന, അവർ പറയും, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഇത് വല്ലാത്തൊരു കിതാബാണ്, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒന്നും തന്നെ വിട്ടേച്ചു പോയിട്ടില്ലല്ലോ. നമ്മൾ പറയുന്നത് ഒരു ചെറിയ തെറ്റല്ലേ, അതൊരു ചെറുതല്ലേ. പക്ഷെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. നിന്റെ റബ്ബ് ആരോടും അനീതി കാണിക്കൂല. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതൊക്കെ, നമ്മൾ ചെയ്തതൊക്കെ മുമ്പിൽ ഹാജരാക്കപ്പെടും. തന്റെ നാഥൻ ആരോടും അനീതി കാണിക്കൂല. അപ്പൊ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അതൊരു സുന്നത്ത് നിസ്കാരല്ലേ? അതൊരു ചെറിയ തെറ്റല്ലേ? അല്ല, എല്ലാം അതിലുണ്ടാകും. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. ചെറിയ കല്ല് കൂടിയിട്ടാണ്, ചരൽക്കല്ലുകൾ ചൂടിയിട്ടാണ് പർവ്വതങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ കഴിവിന്റെ പരമാവധി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ നമ്മുടെ കർമ്മരേഖ.
യൻതിഖു അലൈക്കും ബിൽ ഹഖ്, സത്യം വിളിച്ചു പറയുന്ന ഗ്രന്ഥം. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നൊക്കെ ഞാൻ എഴുതി എടുപ്പിക്കുന്നുണ്ടായിരുന്നു. അറബിയിൽ കോപ്പി ചെയ്തതിന് നുസ്ഖ് എന്ന് പറയാം. നസഖ, നസഖ എന്ന് അവൻ കോപ്പി എഴുതിയെന്ന് അള്ളാഹ് അതന്നെ ആ പദം തന്നെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം, മുത്തഖിയാവണം. മുത്തഖിയായുള്ള ഗുണം എന്താ അറിയോ? മുഅ്മിനും മുത്തഖിയായ മനുഷ്യന് അവിടെ രക്ഷപ്പെടാം. സ്വഹീഹുൽ ബുഖാരിയിലെ 6172 ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ 2876 ഹദീസ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിന് പറയാം മുത്തഫഖുൻ അലൈഹി എന്നാണ്. അങ്ങനെ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അതിൽ കാണാം ഇന്നല്ലാഹ യുദിനിൽ മുഅ്മിന, അല്ലാഹു തആല ഒരു മുഅ്മിന്റെ അടുത്ത് വരും. ഫയളഉ കനഫഹു വയസ്തുറുഹു, അവന്റെ കർമ്മരേഖ മൂടി വെക്കും. ഫയഖൂലു, അവനോട് ചോദിക്കും അതഅരിഫു ദംബകദ, ഇന്നാലിന്ന തെറ്റൊക്കെ ദുനിയാവിന് ചെയ്തിരുന്നില്ലേ? അതഅരിഫു ദംബകദ, നീ ദുനിയാവിലായിരിക്കും ഇന്ന തെറ്റൊക്കെ നീ ചെയ്തിരുന്നില്ലേ? ഫയഖൂല, മുഅ്മിനായ മനുഷ്യൻ പറയും നഅം, അതെ, ഐ റബ്ബിന്റെ റബ്ബേ, ഞാൻ ചെയ്തതാണ് അതൊക്കെ. ഹത്താ ഖററഹു ബിദുനൂബിഹി, അവൻ ചെയ്ത തെറ്റൊക്കെ സമ്മതിക്കും. വറആ ഫീ നഫ്സിഹി, അവൻ മനസ്സിൽ വിചാരിക്കും അന്നഹു ഹലക, എന്റെ കാര്യം പോക്കാണ്, എന്റെ കാര്യം നഷ്ടാണ്, ഞാൻ നരകത്തേക്ക് പോകും, അവനക്ക് പേടി, ഞാൻ നശിച്ചു. പക്ഷെ അല്ലാഹു തആല അവനോട് പറയും, ഖാല അല്ലാഹു തആല പറയും സതർതുഹാ അലൈക ഫിദ്ദുനിയ, നീ മുഅ്മിനായതുകൊണ്ട് മുത്തഖിയായതുകൊണ്ട് ദുനിയാവിൽ വെച്ച് നീ ആ ചെയ്ത തെറ്റൊക്കെ ഞാൻ മറച്ചു വെച്ചിരുന്നു. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാൻ നിനക്കതൊക്കെ പുറത്തു തന്നിരിക്കുന്നു. ഫയുഅതാ കിതാബ ഹസനാതിഹി, അവന് സൽക്കർമ്മങ്ങളുടെ കർമ്മരേഖ കൊടുക്കുന്ന. അപ്പൊ നമ്മൾ ഈ ജീവിതത്തില് മുഅ്മിനാവുക, മുത്തഖിയാവുക എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമാണ്. അവിടുന്ന് തർക്കിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. ആരെങ്കിലും വിചാരണ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ തർക്കിക്കും. റബ്ബിസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബാ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ. അള്ളാന്റെ മുമ്പിൽ സംസാരിക്കാൻ കഴിയൂല, തർക്കിക്കാൻ കഴിയുകയില്ല. ഇന്നവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ദിനമാണ്. ഇന്ന് എക്സ്ക്യൂസ് പറയാൻ കഴിയുകയില്ല, ഒഴികഴിവ് പറയാൻ, ഉദ്ർ പറയാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള രോഗം നമുക്ക് വരാണ്ട് ഈ പരലോകം വിചാരണ, ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ വിചാരണയാണ്. ജുമാ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങിയ ഇന്റെ ജുമാ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവൂലേ? ഇവിടെ ഖുത്ബ വന്നിട്ട് എല്ലാരും കേൾക്കുന്നുണ്ട്. അപ്പൊ ഖുത്ബ നമ്മൾ ശ്രദ്ധിച്ചാല് വളരെ പുണ്യമുള്ള കാര്യമാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്ത് കാര്യം ചെയ്താലും അസ്ർ നിസ്കരിച്ച് പുറത്തിറങ്ങി നമസ്കാരം പരിപൂർണമായിട്ട് നല്ല രൂപത്തിൽ നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഓരോന്നും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങളെ നാളെ ചോദ്യം ചെയ്യാ? 4 കാര്യങ്ങൾ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് അഖീദയാണ്, വിശ്വാസത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. മൻ റബ്ബുക, അള്ളാനെ അറിയണം, അള്ളാനെ പറ്റി ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. ദീനിനെ പറ്റി, നമ്മളെ മതത്തെ പറ്റി പഠിക്കണം. അള്ളാനെ അറിയാ, അള്ളാനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. മഅരിഫത്തുല്ലാഹ്, അള്ളാനെ അറിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക, അതേമാതിരി ജീവിതം നമ്മൾ നയിക്കുക. നമ്മുടെ മതത്തെ കുറിച്ച് പഠിക്കുക. ഇതൊക്കെ അഖീദയിൽപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. അമലുകളെ കുറിച്ച് ചോദ്യമുണ്ട്. അമലില് നമസ്കാരത്തെ കുറിച്ചാണ് ഒന്നാമതായിട്ട് ചോദ്യം. മാ സലഖകും ഫീ സഖർ, നിങ്ങൾ എന്താ സഖർ എന്ന് പറഞ്ഞ നരകത്ത് വരാനുള്ള കാരണം?
അപ്പൊ അവര് പറയും ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങള് നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഖൂളു മഅൽ ഖായിലീൻ, തോന്നിവാസത്തിൽ മുഴുകി നടക്കുന്ന ആൾക്കാരൊപ്പം ഞങ്ങളും മുഴുകി നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹത്താ അത്താനൽ യഖീൻ, ഉറപ്പായ മരണം വന്നെത്തി കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സക്കർ എന്ന് പറഞ്ഞ നരകത്തിൽ വന്നതെന്നാണ്. അപ്പൊ നരകത്ത് പോകും നിസ്കരിച്ചില്ലെങ്കിൽ. നാളെ പരലോകത്ത് ആദ്യമായിട്ട് ചോദിക്കുക നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരത്തിൽ രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടു, നമസ്കാരത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടാൽ അവന്റെ കാര്യം പരാജയമാണ്. പിന്നെ സുന്നത്ത് നോക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മൂന്നാമത്തെ നിഅമത്തുകളാണ്, എല്ലാ അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലേ? എത്ര സൗകര്യങ്ങളുണ്ട്. സൗകര്യം ഉണ്ടായിട്ട് അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താത്ത എത്ര ആൾക്കാരുണ്ട്. വാഹനം ഉണ്ടായിട്ട് കുടുംബക്കാരെ സന്ദർശിക്കാത്തവരുണ്ട്, രോഗിനെ സന്ദർശിക്കാത്തവരുണ്ട്, പള്ളിയിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഒക്കെ നിഅമത്തുകളെ കുറിച്ച് ചോദ്യമുണ്ട്. അല്ലാഹു തആല നമുക്ക് നിഅമത്ത് എണ്ണി കണക്കാക്കാൻ സാധ്യമല്ല. നാലാമത്തെ കാര്യം ഉഹൂദ്, കരാറുകളെ സംബന്ധിച്ച് ഔഫു ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല, കരാറുകളെ സംബന്ധിച്ച് ചോദ്യമുണ്ട് എന്നാണ്. ഇതൊക്കെ വിചാരണയ്ക്ക് വിധേയമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളൊരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാൻ റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണത്തിലെയും ജീവിതത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഖബറുകളെ നീ വിശാലമാക്കണമേ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അല്ലാഹുവേ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമ്പത്തിലും സമയത്തിലും എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അല്ലാഹുവിന്റെ രോഗം നീ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകള് രോഗികളായിക്കൊണ്ടും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളൊക്കെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിസ്ഥാനമായി ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഇസ്ലാമികപരമായിട്ടുള്ള ഇസ്ലാമികമായ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ആഫിയത്തും തൗഫീഖും ആരോഗ്യവും അല്ലാഹു ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അദാ അദ്ദീൻ. اللهم أصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.